ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് അടുത്തിടപഴകും തോറും ക്രിസ്തുവിൻ്റെ സ്വാധീനം മൂലം നമ്മിലുണ്ടാകുന്ന മാറ്റങ്ങൾ, രൂപാന്തരം. അതിന് വളരെ സമാനമായ ചിന്താഗതികളാണ് കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പ് ജോൺ സംസാരിച്ചതുകൊണ്ട് അല്പം കൂടെ എനിക്ക് പ്രസംഗിക്കാൻ ഒരു ആവേശവും, അല്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആവർത്തന വിരസത തോന്നിയേക്കാം. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെല്ലാം നന്നായി ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. സ്തോത്രം. വളരെ ഈ കോൺഫറൻസിനൊരു പ്രത്യേകത, ധാരാളം കോൺഫറൻസുകളിൽ പ്രസംഗിക്കാറുണ്ടെങ്കിലും മിനിമം 1 മണിക്കൂറെങ്കിലും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു കോൺഫറൻസാണിത്. അതുകൊണ്ട് ഞാൻ മുന്നമേ ഒരു ജാമ്യം എടുത്തതാ 10 മണി വരെ ഇത് പോയേക്കാം. അതുകൊണ്ട് എന്നോട് പറഞ്ഞ സമയം വെച്ച് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ദൈവം നമ്മളെ സഹായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം വളരെ സുപരിചിതമാണ്. അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയത്തെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് പങ്കുവെക്കേണ്ടത്. യേശുവുമായിട്ട് അടുത്തിടപഴകുമ്പോൾ നമ്മുടെ ആരാധനയിലുണ്ടാകുന്ന മാറ്റം, നാം വചനത്തിൽ നാം എങ്ങനെ എന്തൊക്കെ നമുക്ക് വചനത്തെ ധ്യാനത്തിൽ വചന പ്രമാണത്തിൽ മാറ്റമുണ്ടാകുന്നു, നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിൽ എങ്ങനെ മാറ്റങ്ങളുണ്ടാകുന്നു, നമ്മുടെ കൂട്ടായ്മ ബന്ധങ്ങളിൽ എന്തു മാറ്റമുണ്ടാകുന്നു. ഈ 4 വിഷയങ്ങളാണ് എന്നോട് സംസാരിപ്പാൻ ആവശ്യപ്പെട്ടതെങ്കിലും ഇത് 4ഉം കൂടെ ചേർത്ത് ഒറ്റ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ദൈവത്തെ അടുത്തറിയുമ്പോൾ, ക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ, ക്രിസ്തുവിനെ പിന്തുടരുമ്പോൾ നമ്മുടെ ആരാധനയിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടാകും. ഇന്ന് രാത്രി അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ. നമുക്കറിയാവുന്ന വേദഭാഗമാണ് 4-ാം അധ്യായം. നാം ഇങ്ങനെയാണത് വായിക്കുന്നത്. 4:22 മുതലുള്ള വാക്യങ്ങൾ: സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആരാധിക്കണം അല്ലെങ്കിൽ നമസ്കരിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു അല്ലെങ്കിൽ പിതാവ് ആഗ്രഹിക്കുന്നു. 24-ാം വാക്യം: ദൈവം ആത്മാവാകൊണ്ട് അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. തന്നെ ആരാധിക്കുന്നവർ അവർക്ക് തോന്നുന്നത് പോലല്ല, ദൈവം ഇച്ഛിക്കുന്ന പോലെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിനോട്, പെന്തക്കോസ്ത് സമൂഹത്തിനോട് ആത്മാവിലെ ആരാധന എന്താണെന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പാട്ടും കുരവയും തപ്പും താളവും മേളവും സ്തുതിയും തുള്ളലും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ, വിശേഷാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇല്ലെങ്കിൽ എന്തോ പോരായ്മ പോലൊക്കെ ഫീൽ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഒരു 20 വർഷം മുമ്പ് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ മാത്രം നിന്നിരുന്നൊരു പദമായിരുന്നു പ്രൈസ് ആൻഡ് വർഷിപ്പ്. അതിൻ്റെ അർത്ഥം ഇന്ന് വരെ എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. എനിവേ, നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്. എന്നാൽ അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവമക്കളെ ഒരു കാര്യം തിരിച്ചറിയണം, അത് കേവലം 10% മാത്രമേ ഉള്ളൂ. ആത്മാവിലെ ആരാധനയ്ക്കപ്പുറത്ത് നാം കാണാത്ത ആരാധനയോടൊരു അൺസീൻ പാർട്ടുണ്ട്, ഒരു മറുവശമുണ്ട്. അതാണ് സത്യത്തിലുള്ള ആരാധന. ഇന്ന് രാത്രി എനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തുള്ളാനും ചാടാനും കൈയടിക്കാനും ഒന്നും ഫീൽ ചെയ്തൊന്നും വരത്തില്ല. പക്ഷെ നിലനിൽക്കുന്ന ഒരു മാനസാന്തരം, നിലനിൽക്കുന്ന ഒരു ആരാധനക്കാരായി ദൈവം നമ്മളെ മാറ്റിയെടുക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്താണ് വർഷിപ്പിംഗ് ലോർഡ് ഇൻ ട്രൂത്ത്? ഹല്ലേലൂയ. സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങൾക്കൊന്നും പോകണ്ട. ഏക സത്യ ദൈവമായ ക്രിസ്തുവിനെ, സത്യ വെളിച്ചത്തെ, സത്യവചനത്തെ നിങ്ങളുടെ ജീവിത ശൈലിയാക്കി മാറ്റുമ്പോൾ അതിൽ കൂടെ ദൈവനാമം മഹത്വമെടുക്കുന്നതാണ് സത്യത്തിലുള്ള ആരാധന. ഹല്ലേലൂയ. ജീവിതം ക്രിസ്തുവിനെ പോലെയായി മാറുമ്പോൾ, ജീവിത ശൈലി ക്രിസ്തുവിനെ പോലെയായി മാറുമ്പോൾ, ഒരു പാട്ട് പോലും പാടിയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വമെടുക്കും. അതാണ് സത്യത്തിലുള്ള ആരാധന. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ, ദൈവസഭ തിരിച്ചറിയണം ആരാധനയുടെ മറുവശം എന്താണെന്ന്. നമുക്കറിയാവുന്ന 1-ാം ഭാഗം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. കൈകൊട്ട്, പാട്ട്, ഹല്ലേലൂയ, സ്തോത്രം, സംഗീതം ഒക്കെ. അത് കുറയ്ക്കണ്ട കേട്ടോ, ഒട്ടും കുറയ്ക്കരുത്. നന്നായിട്ട് തുടർന്നോണം. ഇനിയും കൈയടിക്കണം, ഇനിയും പാടണം, ഇനിയും അന്യഭാഷ പറയണം, നൃത്തം ചെയ്യണം. ഹല്ലേലൂയ. പാതിരാത്രി കഴിഞ്ഞാലും കോൺഫറൻസുകൾ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, ഹോശിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ എഫ്രൈമിനെ കുറിച്ചൊരു പദപ്രയോഗം ഇങ്ങനെയുണ്ട്: എഫ്രൈം ഈസ് ആൻ അൺടേൺഡ് കേക്ക്. എഫ്രൈമിനെ കുറിച്ച് പറയുന്നത് മറിച്ചിടാത്ത ദോശയാണെന്നാണ്. സ്തോത്രം. ദോശ മലയാളികൾക്കെല്ലാം ഇഷ്ടമുള്ളതാണ്. എല്ലാം നിങ്ങളുടെ ആവേശമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ദോശ കഴിക്കുന്നവരാണ്. എന്നാൽ കഴിക്കുവാൻ ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ച ദോശ
കഴിക്കുവാൻ എടുത്തു നോക്കിയപ്പോഴാണ് വൺ സൈഡ് ഈസ് വെൽ ഡൺ, അതർ സൈഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ പച്ച മാവിൻ്റെ മണം പോയിട്ടില്ല. നമ്മുടെ ആരാധനയുടെ പല വശങ്ങളും ഇങ്ങനെയാണ്. ഒരു സൈഡ് നന്നായിരിക്കുന്നു, നമുക്ക് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട്, നല്ല പാട്ടുകാരുണ്ട്. ഐ താങ്ക് ഗോഡ് ഫോർ ഡോക്ടർ ടോം ആൻഡ് സച്ച് ടീം ദാറ്റ് ദേ ആർ ലീഡിങ് ദ പീപ്പിൾ ഇൻ ദ ഹൈറ്റ് ഓഫ് വർഷിപ്പ്. ഐ അപ്രീഷിയേറ്റ് ദം. അങ്ങനെയുള്ള നല്ല പാട്ടുകാരും വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട്, ഒക്കെ അതിനെ അംഗീകരിക്കുന്നു. എന്നാൽ നമ്മുടെ പാട്ടിനും താളത്തിനും മേളത്തിനും അപ്പുറത്ത് നാം ഇന്ന് വരെ ശ്രദ്ധിക്കാതെ പോയ ആരാധനയുടെ ഒരു മറുവശമുണ്ട്. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ മാത്രമേ അത് എന്താണെന്ന് അറിയത്തുള്ളൂ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് തന്നെത്താൻ വഴിപാടും യാഗവുമായി ഒരു സൗരഭ്യവാസനയായതുപോലെ നിങ്ങളും സ്നേഹത്തിൽ നടക്കണം. അപ്പം യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് സൗരഭ്യമുള്ള ഒരു യാഗമായിരുന്നെന്നല്ലേ ലേഖനകർത്താവ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവമക്കളെ, അർപ്പിക്കുന്ന ഒരു ജീവിതം, സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മാത്രമേ സത്യാരാധന പുറത്തു വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സത്യാരാധനയുടെ മറുവശമെന്ന് പറയുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. വളരെ സാവകാശം നമുക്ക് ഈ വചനങ്ങൾ ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സുക്കാർ എന്ന പട്ടണത്തിലേക്കുള്ള യേശുവിൻ്റെ യാത്രയിൽ സാംസ്കാരിക സാമുദായിക ഭാഷയുടെ സകല അതിർപരമ്പുകളെയും ഭേദിച്ചുകൊണ്ടാണ് യേശു ശമരിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ ഒരു സഹോദരി നിന്നുകൊണ്ട് ആരാധനയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രസംഗിക്കാൻ പറയുന്ന വാക്കല്ല വെറും ആരാധന. 5 ഭർത്താവിനെ വിട്ടവകൾക്കും ആരാധനയെക്കുറിച്ച് പ്രസംഗിക്കാം. എത്ര പേരുടെ കൂട്ടത്തിലുണ്ട്? 6ാമത് ഒരുവൻ്റെ കൂടെ ജീവിക്കുന്നവളും ആരാധനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതല്ലല്ലോ സത്യാരാധന. ആ മലയിൽ ആരാധിക്കുന്ന ജീവിത വിശുദ്ധി ഇല്ലാത്തവൻ്റെ അതരം കൊണ്ട് കൃപ ജ്വലിപ്പിക്കാത്തവൻ്റെ അതരം കൊണ്ട് അല്ലല്ലേ കുടുംബജീവിതം തകർത്തവൻ താളം മേളം ആലയത്തിൽ മുഴക്കുന്നതല്ല ആരാധന എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഒരുത്തിയുടെ കൂടെ നടക്കുന്നവൻ ആലയത്തിൽ വന്ന് ഇൻസ്ട്രുമെന്റ് വായിച്ചാൽ അതിനെ ആരാധന എന്ന് വിളിക്കുവാൻ വേദപുസ്തകം തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. അത് അമേരിക്കയിലാണെങ്കിലും കുമ്മനാടാണെങ്കിലും പുനലൂരാണെങ്കിലും മുഴക്കഴയാണെങ്കിലും സത്യാരാധനയ്ക്ക് ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ: വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും മഹത്വം ജീവിതത്തിൽ ധൂപമായി പുറത്തു വരാത്ത ഒരാരാധനയും സത്യ ആരാധനയല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സത്യാരാധനയുടെ ഒരു മറുവശം ഞാൻ നിങ്ങളെ കാണിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങൾക്കൊരു പ്രബോധനം തരികയാണ്. സ്നേഹത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ദയയുടെ ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് കുത്തിക്കുറിച്ച് വെച്ചു. നിങ്ങൾ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് ആരാധിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് കർത്താവിൻ്റെ ദാസൻ അല്പം മുമ്പ് ഓർപ്പിച്ചത്. ആദരം കൊണ്ടുള്ള വിശുദ്ധീകരണം ജീവിതത്തിലെ സ്വഭാവമാക്കി മാറ്റണമെന്ന്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശരീര സമർപ്പണം എന്നത് ആരാധനയുടെ ഭാഗമാണ്. പഴയ നിയമകാലത്ത് ഭക്തന്മാർക്ക് വളരെ സുഖമായിരുന്നു. പാപം ചെയ്താൽ ഒരാടിനെയോ അല്ലെങ്കിൽ പണം അല്പം കൂടെ ഉണ്ടെങ്കിൽ ഒരു കാളയോ, പണമില്ലെങ്കിൽ ഒരു പ്രാവിനെയോ കൊണ്ടുവന്ന് പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആരാധനയുടെ ചടങ്ങ് കഴിഞ്ഞു. അതിനെ ലേവ്യർ അതിനെ തൊലിപൊളിച്ച് കണ്ണം കഴിയുമ്പോൾ ആരാധനയുടെ വിഷയം അവിടെ അവസാനിക്കും. ആരാധന അല്ലിയ ആ മൃഗത്തിൻ്റെ മരണത്തോടെ പാപപരിഹാരമായ സന്തോഷത്തോടെ മടങ്ങിപ്പോകും. പക്ഷെ പുതിയ നിയമ ആരാധന അങ്ങനെയല്ല ദൈവമക്കളെ. പുതിയ നിയമ ആരാധന ജീവനുള്ള ആരാധനയാണ്. യാഗമൃഗം മരിക്കുകയല്ല, യാഗമൃഗം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മുറിവ് അനുഭവിക്കുന്ന വേദനയുള്ള ആരാധനയാ ജീവനുള്ള ആരാധന. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കൈ ഇടർച്ച വരുത്തിയാൽ മുറിച്ച് കളയണം, കാല് നിങ്ങൾക്ക് ഇടർച്ച വരുത്തിയാൽ വെട്ടിമാറ്റുവാൻ മടി കാണിക്കരുത്, കണ്ണിടർച്ച വരുത്തിയാൽ ചൂടുന്നു കളയാൻ മടിക്കരുത്. ഇതാ ജീവനുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. ആദര സമർപ്പണത്തെക്കുറിച്ച് ദൈവദാസൻ ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി അല്ലിയ ദൈവകൃപ ചോർത്തിക്കളയുന്ന, ദൈവാത്മാവിന് മഹത്വം കൊടുക്കാത്ത, ദൈവമഹത്വം വരാത്ത ആദരത്തിൽ നിന്നും അല്ലിയ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഒരാരാധനയ്ക്കും ഈ മേൽക്കൂരയ്ക്കപ്പുറത്ത് പോകുവാനുള്ള ത്രാണിയില്ല എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ എളുപ്പമല്ലേ, സ്തോത്രമല്ലേ, ആരാധന എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുവാൻ. യേശുവിനെ പിന്തുടരുന്നവർ എങ്ങനെ ആരാധിക്കണം?
എല്ലാം കിട്ടിയതിൻ്റെ പേരിലുള്ള ആരാധനയല്ല സത്യാരാധന. എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായ പിശാചിൻ്റെ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ എല്ലാം തരാമെന്ന് പറഞ്ഞാൽ നമസ്കരിക്കേണ്ടവനല്ലേ കർത്താവ്? പക്ഷേ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനമല്ലേ ആരാധന? ദൈവത്തിന് എന്ത് കൊടുക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ വിശദീകരിക്കാം. അപ്പോൾ യേശുവിനെ ആരാധിക്കുന്നവർ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ശരീര സമർപ്പണം എന്ന ഒരു വലിയ ചിന്ത അകത്തേക്ക് കടത്തു വരണം. യേശുവിൻ്റെ അടുക്കൽ യൗവനക്കാരൻ ഒരു സഹോദരൻ കടന്നു വന്നു. അവന് പള്ളി പ്രമാണിയായിരിക്കാം, ഒരുപക്ഷെ അവനല്ലിയ ന്യായശാസ്ത്രിയായിരിക്കാം. അവൻ്റെ ചോദ്യം ഇതായിരുന്നു, ഗുരു ഹല്ലേലൂയ, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്തൊക്കെ ചെയ്യണം? 2 ഭാഗങ്ങളുണ്ട്, വിശദീകരിക്കുന്നു. 1-ാം ഭാഗത്ത് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കൽപ്പനകളൊക്കെ പ്രമാണിക്കണം. ഏതൊക്കെ കൽപ്പനകളാണ്? 10 കൽപ്പനകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ A+ ആണ്. ഞാൻ സത്യമായി നിങ്ങളോട് ചോദിക്കട്ടെ, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ 10 കൽപ്പന അനുസരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല A+ വാങ്ങിച്ച് ഇന്ന് രാത്രി പോകാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ ഇവൻ A+ കിട്ടി. യേശു അവനെ നോക്കി, ലൂക്കോസ് 18-ാം അധ്യായത്തിലുണ്ട്. യേശു അവനെ നോക്കി സ്നേഹിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, നീ എല്ലാം ചെയ്യുന്നവനാ, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. എല്ലാം ചെയ്തു, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അത് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ദുഃഖിച്ചു വീട്ടിലേക്കൊരു പോക്കുണ്ട്. ആ പോകുന്ന പോക്കിൽ ശിഷ്യന്മാർ മൂക്കത്ത് വിരൽ വെച്ചു. ഇങ്ങനാണെങ്കിൽ സ്വർഗരാജ്യപ്രവേശനം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. യേശു ഒരു കാര്യം ഉദാഹരണം പറഞ്ഞു. അതിന് ഇത്രയേ ഉള്ളൂ കാര്യം. ഒട്ടകം സൂചിയുടെ കുഴയിൽ കൂടെ പോകുന്നത് പോലാണ് ദൈവരാജ്യപ്രവേശനം. അപ്പം നമുക്ക് അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം. ഏതായാലും ഒരു പിന്നിവിടെ കിട്ടി. ഏകദേശം അല്ലല്ല, ഇങ്ങനെയൊക്കെ ഇരിക്കും സൂചി. ഐ ഓഫ് ദ നീഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു തയ്യക്കാരൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തുണി ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ ഈ സൂചിയുടെ ഇടയിൽ കൂടെ നൂല് കടത്തുന്നതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ തയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഏറ്റവും വലിയ ടഫായിട്ടുള്ള ജോലിയാണ്. ഇതുപോലാണ് ദൈവരാജ്യ പ്രവേശനം. സ്തോത്രമല്ല, ഡിസൈൻ ചെയ്യാനും ബാക്കി വെട്ടാനും ഒക്കെ നല്ല എളുപ്പമാണ്, പക്ഷേ തുടക്കമൊന്നും വേണ്ടേ? ദൈവരാജ്യ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയൻ ദൈവവചനമെന്ന സൂചിക്കുഴിയുടെ വക്കിലേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോഴാണ് സൂചിക്കുഴയുടെ സൈസും ഒട്ടകത്തിൻ്റെ സൈസും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്താട്ടെ. ഒരൊട്ടകത്തിനും ഇതിൽ കൂടെ പോകാൻ പറ്റത്തില്ല, സൂചിക്കുഴയിൽ കൂടെ പോകാൻ പറ്റില്ല. പിന്നെ പെന്തിക്കോസുകാരെല്ലാം കൂടെ തീരുമാനിച്ചു, നേതാക്കന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു, ഒട്ടകത്തെ പണക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഒട്ടകം സഭ വിട്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സൂചിയുടെ കുഴ അങ്ങ് വലുതാക്കി. ഇനി ഒന്ന് ഇമാജിൻ ചെയ്തോട്ടെ, ഇരിപ്പിലിരുന്നു കൊണ്ട് ആ സൂചിയുടെ കുഴ ഏത് ഒട്ടകത്തിനും കയറാകുന്ന ഒരു സ്ഥലമായി ആത്മീയ ലോകം മാറി. ഏതൊട്ടകത്തിനും പ്രവേശിക്കാവുന്ന ഒരു സ്ഥലമാക്കി ആത്മീയത്തിൽ നാം വിശാലത വരുത്തി. പക്ഷെ വചനം പറയുന്നത് അതല്ല. ഒട്ടകത്തെ പട്ടിണിക്കിട്ട് സൂചിക്കുഴയുടെ പരുവത്തിലാക്കുന്നതാണ് ആത്മീയമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് വചനത്തിൻ്റെ പ്രമാണം. അതാണ് വചനം ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിനെ പിന്തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനുള്ള ഭാവം, ക്രിസ്തുവിൻ്റെ രൂപം, ക്രിസ്തുവിൻ്റെ തേജസ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ഇടപാടുകൾ, ക്രിസ്തുവിൻ്റെ ജീവിത ശൈലി എൻ്റെ ജീവിത ശൈലിയായി മാറുമ്പോൾ ഇടുക്കവും ഞെരുക്കവും ചുരുക്കവുമുള്ള ഗ്രൂപ്പിൽ നാം എത്തി ദൈവരാജ്യ പ്രവേശനം ധാരാളമായി സാധിക്കും. അത് വചനത്തിൻ്റെ ഇടുക്കത്തിലേക്ക്, വചനത്തിൻ്റെ ഞെരുക്കത്തിലേക്ക്, വചനത്തിൻ്റെ ചുരുക്കത്തിലേക്ക് ഇന്ന് രാത്രി അടുത്തു വരുന്നവർക്ക് മാത്രമേ ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ സത്യാരാധനയുടെ 1-ാം ഭാഗം ശരീര സമർപ്പണമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അശുദ്ധി കാണുന്ന കണ്ണുകൾക്ക് ദൈവിക തേജസ്സിൻ്റെ ഘനം കാണാമെന്ന് സ്വപ്നങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞോണം. ആകായ്മ കേട്ട് രസിച്ച കാതുകൾക്ക് കാഹളനാദത്തിങ്കൽ അത് ഇമ്പമായി കേൾക്കാമെന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു തെറ്റിച്ചെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരണം. സാധ്യമല്ല. വിശുദ്ധന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാർ എല്ലായിടത്തും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇന്ന് വെറുതെ പറയുകയാണ്. വെൻ യു ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ടുവേഴ്സ് ദ കിങ്ഡം ഓർ കിങ്, ഇറ്റ് ഷുഡ് ബി ഹോളി ഹാൻഡ്സ്. ഉയർത്തപ്പെടുന്ന കരത്തിലേക്കൊന്ന് നോക്കണം. ദൈവദാസൻ ഓർപ്പിച്ചു, കാര്യം തീർക്കുന്ന നാളിൽ ബലപ്പെട്ടിരിക്കുന്ന കൈകൾക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ.
അവരന് കൈ കൊടുക്കാത്തവൻ്റെ കൈ ഉയർത്തലൊന്നും ദൈവത്തിന് വേണ്ട എന്ന്. എത്ര പേരെൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. കൂട്ടു സഹോദരനെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നവൻ്റെ സ്തോത്രം ദൈവത്തിന് വേണ്ട. ദാവീദിന് ഭയങ്കര ആവേശമാണ്. ഹല്ലേലൂയ, ഭയങ്കര തുള്ളലല്ലേ. ഹല്ലേലൂയ, കൈ കിന്നരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിലത്തും താഴെയല്ല. ഹല്ലേലൂയ, രാജവസ്ത്രം അടിച്ചു വെച്ച് പഞ്ഞുനൂലങ്ക് ധരിച്ചൊക്കെയാ പെട്ടകത്തിൻ്റെ മുമ്പിൽ തുള്ളുന്നത്. എന്തിനേറെ പറയുന്നു, ഹല്ലേലൂയ, കാട്ടിൽ കരടിയെ കൊല്ലുന്നവനാ, സിംഹത്തെ വലിച്ചു കീറുന്നവനാ, ഗോലിയാത്തിനെ മലർത്തി അടിക്കുന്നവനാ. പക്ഷേ അകത്തു പൊങ്ങുന്ന മോഹത്തെ കീഴ്പ്പെടുത്തുവാൻ കെൽപ്പില്ലാത്തവൻ്റെ ആരാധന ദൈവത്തിന് വേണ്ട. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും? ഹല്ലേലൂയ. കരടിയെ കൊന്നവന് ഊരിയാവിൻ്റെ ഭാര്യയ്ക്ക് നേരെയുള്ള മോഹത്തിൻ്റെ കണ്ണുകളെ വിലക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സ്തോത്രം എനിക്ക് വേണ്ട എന്നല്ലേ ദൈവം പറഞ്ഞത്? എന്താ തെളിവ്? വചനം പറയുന്നു, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ദാവീദ് എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ തൊഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാളകളുടെ കൂട്ടമുണ്ട്, ആടിൻ്റെ പെരുപ്പമുണ്ട്, ഇഷ്ടം പോലെ അത് അർപ്പിക്കുവാനും കൊടുക്കുവാനും കെൽപ്പുള്ള കൂറുള്ള പുരോഹിതന്മാർ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ സ്വർഗം പറഞ്ഞു, നിന്റെ കാളയെ എനിക്ക് വേണ്ട, നിന്റെ ആടിനെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് തകർന്നും നുറുങ്ങിയും അനുദപിക്കുന്ന ഹൃദയത്തെയാണ്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടവൻ്റെ സ്തോത്രത്തിന്റെ വിലയറിയണം. ഹല്ലേലൂയ. അനുദപിക്കുന്നവന്റെ ആരാധനയുടെ വലിപ്പം അറിയണം. സമർപ്പിച്ചവന്റെ കണ്ണുനീരിന് ഹല്ലേലൂയ ഇന്ന് രാത്രി സ്വർഗം അംഗീകരിക്കുന്ന ഒരു സൗരഭ്യ വാസനയുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കൂടാരത്തിൽ യാഗപീഠത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ മൂക്ക് പൊത്തുന്ന ദുർഗന്ധമാണ്. പച്ച മാംസം വേകുന്നതിൻ്റെ ഗന്ധമാവിടെ. നമ്മൾ ഈ ബാർബിക്യൂ ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയുന്നത് ഇത് മസാലയൊക്കെ ചേർത്ത് വെച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ പച്ച മാംസം വേകുന്നത് ദുർഗന്ധം തന്നെ. പക്ഷേ പ്രാകാരത്തിൽ യാഗപീഠത്തിൽ യാഗപ്പശുവിനെ അറുത്ത് കഴിയുമ്പോൾ പ്രമാണം എഴുതി വെച്ചു, ആ അർപ്പിക്കപ്പെട്ട യാഗവസ്തുവിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിന് സൗരഭ്യവാസനയായ ദഹനയാകും. പാപം ഏറ്റു പറയുന്നത് 4 പേർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ സ്വർഗം അംഗീകരിക്കുന്ന ആരാധനയാണ്. ഇന്ന് രാത്രി അതരം കൊണ്ട് ഏറ്റു പറയണം, കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പാപം തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് വിളിച്ചു പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ, എനിക്ക് ആ രക്ഷയുടെ സന്തോഷം ഒന്ന് മടക്കിത്തരണം, എനിക്ക് ആ രക്ഷയുടെ സന്തോഷം മടക്കിത്തരണം. ആത്മാവിൽ ഞാൻ ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ട നാളിൽ 20 വർഷം മുമ്പ്, 50 വർഷം, 40 വർഷം മുമ്പ് രാത്രിയുടെ യാമങ്ങളിൽ മതിമറന്ന് ആത്മാവിൽ സന്തോഷിച്ച ആ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? അന്നലളിയ വീടിൻ്റെയും കാറിൻ്റെയും വൈക്കോലിൻ്റെയും വന്ദനത്തിൻ്റെ വലിപ്പം കണ്ടല്ല ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചത്. അകത്ത് വെളിപ്പെട്ട ദൈവസ്നേഹം, എനിക്ക് വേണ്ടി കൽവറിയിൽ പരമയാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിനെ പോലെ എനിക്കാകണം എന്ന കൊതിയാണ് നമ്മളെ ആരാധനക്കാരാക്കി മാറ്റിയത്. അതെ, ഇന്ന് രാത്രികാലം സമർപ്പണത്തോടെ വേണം ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചാട്ട്. കാരണം ആരാധിക്കുന്നവൻ്റെ അകവും പുറവും ദൈവം ഒരുപോലെ നോക്കുന്നുണ്ട്. ഗോഡ് ഈസ് നോട്ട് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ആക്ട് ഓഫ് വർഷിപ്പ്, ഹി ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർഷിപ്പ്. ആരാധിക്കുന്നവൻ്റെ ആരാധനയുടെ പുറമോടി മാത്രമല്ല ദൈവത്തിന് വേണ്ടത്, അത് വേണം, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല, അകം കൂടെ നോക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാക്ക് കൊണ്ട് ഞാൻ പറയുന്ന സ്തോത്രത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതും ദൈവം നോക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ദൈവസഭയെ, ദൈവദാസന്മാരെ, ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് മടങ്ങി വരാം സത്യാരാധനയിലേക്ക്. ശരീര സമർപ്പണം എന്ന ഒരു ആരാധന ദൈവദാസന്മാർ, ദൈവമക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. കയ്യനും ഹാബേലും കൂടെ ആരാധനയ്ക്ക് വരികയാണ്. ചേട്ടന് വലിയ നല്ല ആരാധനക്കാരാ, കുഴപ്പമൊന്നുമില്ല. കായിൻ ആടിനെ യാഗം കഴിച്ചതുകൊണ്ടും കായിനല്ലേ കൃഷിഫലമായതുകൊണ്ടും അല്ലല്ലോ ദൈവം പ്രസാദിക്കാഞ്ഞത്. ഇനി കായിൻ ആടിനെ കൊണ്ടുവന്നാലും ഇത് തന്നെയായിരിക്കും ദൈവത്തിൻ്റെ മറുപടി. കാരണം അകത്ത് കീഴ്പ്പെടാത്ത പാപം വച്ചുകൊണ്ടുവന്ന ആരാധനയായിരുന്നത്. അതല്ലേ ദൈവം പറഞ്ഞത്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. ഹൗ മെനി ടൈംസ് യു ബൈപാസ് ഇറ്റ്. നീ അതിനെ മറികടന്ന് കുറുക്കു വഴി തേടി സഭാഗോളിന്റെ മുന്നിൽ വന്ന് ഒന്നാമത്തെ കസേര ഇരുന്നു കൊണ്ട് നിന്റെ പാട്ട് സ്വർഗം കേൾക്കത്തില്ല. നീ അതിനെ കീഴ്പ്പെടുത്തണം. ഹല്ലേലൂയ. കീഴ്പ്പെടുത്താത്ത, തോൽപ്പിക്കാത്ത പാപവുമായി നീ ആലയത്തിൽ വന്നാൽ അവിടെ അടിക്കുന്ന കൈയടിക്ക് സ്വർഗമിടുന്ന മാർക്ക് വട്ടപൂജ്യം. ഹല്ലേലൂയ. ബൈപ്പാസ് ചെയ്യാൻ എളുപ്പമാകട്ടെ, ഷോർട്ട് കട്ടൊക്കെ നമുക്കുണ്ട്. ദൈവവചനം നിഷ്കർഷിക്കുന്ന പോലെ തന്നെയായിരിക്കട്ടെ നമ്മുടെ ആരാധനയെന്ന് ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു.
അങ്ങനെയെങ്കിൽ സഭയുടെ മുഖച്ഛായ മാറും. സഭാ ഹോളിനകത്ത് മുഴങ്ങുന്ന സ്തോത്രത്തിനും സ്തുതിക്കും ദൈവം അംഗീകരിക്കുന്ന സൗരഭ്യവാസനയുണ്ടാകും. കുടുംബജീവിതത്തിൽ അത് വെളിപ്പെടും. ആരും അറിയാത്തവരെ പോലെ ഇരുന്നവരൊക്കെ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന കാഴ്ച കാണും. കോലാഹലമല്ല ആരാധന. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് പാപം ഏറ്റു പറഞ്ഞിട്ടേ ആകാവൂ. ഒരു തെളിവും കൂടെ പറയാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. യെരിഹോവിലെ മഹാവിജയത്തിന് ശേഷം ആഘോഷത്തോടെ ആവേശത്തോടെ ഇറങ്ങി വരുന്ന ഇസ്രായേൽ ഗോത്രങ്ങൾ, ഹല്ലേലൂയ, യോശുവയുടെ നേതൃത്വത്തിൽ അടുത്ത യുദ്ധത്തിന് സന്നദ്ധരായി കഴിഞ്ഞു. യുദ്ധം ഹായി പട്ടണത്തിലായതുകൊണ്ട് വലിപ്പമില്ലാത്തത് കൊണ്ട് സഭ കൂടി തീരുമാനിച്ചു, ഇത്രയും പേര് ഈ പ്രാവശ്യം പോകണ്ട, നമുക്കൊരു 3000 പേരെ വിടാം. അങ്ങനെ 3000 പേര് പോയി യുദ്ധത്തിൽ തോറ്റ് അല്ലെങ്കിൽ തുന്നം പാടി 36 പേരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. കൂട്ടനിലവിളി പാളയത്തിൽ. യോശുവ മണ്ണിൽ മുഖമമർത്തി കിടന്ന് കരയുന്നു. സ്വർഗം വിളിച്ചിട്ട് പറഞ്ഞ്, എഴുന്നേൽക്ക് കുഞ്ഞേ, ഇവിടെ പാളയത്തിൽ പാപമുണ്ട്. അങ്ങനെ പാപം ചെയ്ത വസ്തുത കണ്ടുപിടിച്ച് ചീട്ടിട്ടും നറുക്കിട്ടും ആകാൻ്റെ മേലല്ലേ ചീട്ട് വീണു. ആകാനോട് യോശുവ പറഞ്ഞൊരു പദമുണ്ട്, മൈ സൺ, കൺഫസ് യുവർ സിൻ ആൻഡ് ഗിവ് ഗ്ലോറി ടു ദ ലോർഡ്. പാപം ഏറ്റു പറഞ്ഞിട്ട് വേണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ആലയത്തിൽ ഓടി വരുമ്പോൾ, this is the time of worship, let us join together. No, confess your sin and give glory to the Lord. Hallelujah. സഭകൾക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടോ? ഒരു അനുതാപ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതിയെന്നേ പ്രൈസ് ആൻഡ് വർഷിപ്പ്. Whether you join with me or not, I don't care about that. Tonight the message God wants to speak to you. Confess your sin and give glory to the Lord. ഹല്ലേലൂയ. ഓടിച്ചാടി കയറി വന്നിട്ട് പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് തോന്നുന്ന പോലെ വന്ന് പാടുന്ന പാട്ട് പാടേണ്ട സ്ഥലമല്ല ദൈവസഭയുടെ ആരാധന സ്ഥലം. കൺഫസ് യുവർ സിൻ. പാപം ഏറ്റു പറഞ്ഞിട്ട്, whether it is in മലയാളം, ഇംഗ്ലീഷ് or Hindi, any language, confess your sin, then give glory to the Lord. Praise the Lord. പാപം ഏറ്റു പറഞ്ഞിട്ടേ ദൈവത്തെ ആരാധിക്കാവൂ. യങ് ഓർ ഓൾഡ്, ഐ ഡോണ്ട് കെയർ. അയ്യോ, അത് കുഞ്ഞുങ്ങൾ യൗവനക്കാരായതുകൊണ്ട് ഹല്ലേലൂയ, I won't let in my church. ഹല്ലേലൂയ. പാപം ഏറ്റു പറയാത്ത ഒരാരാധനയും ദൈവസഭയ്ക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ദൈവമക്കളെ ഏറ്റെടുക്കണം. It's not because of uncle and aunties in the church. They are well dressed, they are well off in the church, they are supporting the church. No, it's not because of that we are promoting them. We promote them because they are leading a holy life. വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് ഹല്ലേലൂയ ഉയർത്താനുള്ള ശബ്ദം മാത്രമേ ആലയത്തിൽ മുഴങ്ങാവൂ. That doesn't mean that people should not come to the church. Everybody can be welcome to the church. എല്ലാവർക്കും ആലയത്തിൽ വരാം, ആലയത്തിൽ എല്ലാവർക്കും വരാം. പക്ഷേ ശുശ്രൂഷ, ഹല്ലേലൂയ, അതിൻ്റെ മുന്നേറ്റം കാര്യങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധന്മാർ തന്നെയായിരിക്കണം. The last Sunday also I preached in my church. അന്യഭാഷ പറയാത്ത ഒരുത്തനെയും നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക പോലും ചെയ്തതെന്ന്. ആമേനൊക്കെ പോയോ? നിങ്ങളാരും ലീഡേഴ്സൊന്നും അല്ലല്ലോ. ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ. ഹല്ലേലൂയ. ചർച്ചിലെ ട്രാഷ് പിക്ക് ചെയ്യണേ പോലും കൃപയുള്ളവനെ ഏൽപ്പിക്കുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. മേശയെങ്കിലും ശുശ്രൂഷയ്ക്ക് ക്വാളിഫിക്കേഷൻ വെച്ച തിരുവചനത്തിൻ്റെ പിന്തുടർച്ചക്കാരാ നമ്മളെന്ന സത്യം മറന്നു പോകരുത്. മേശയിൽ ശുശ്രൂഷിക്കുന്നവർ പോലും നല്ല സാക്ഷ്യവും ആത്മാവും പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറഞ്ഞവരായിരിക്കണമെന്ന് അപ്പോസ്തലന്മാർ ആത്മാവിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെടുന്നതാണോ വിശുദ്ധിയുടെ പ്രമാണം? ഹല്ലേലൂയ. ഹോരേബ് മലയുടെ മുകളിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നത്, കാലിലെ ചെരുപ്പ് മാറ്റിക്കോ കുഞ്ഞേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. വർഷം 40 കഴിഞ്ഞു. നേതൃത്വം യോശുവ ഏറ്റെടുത്തു. അയ്യോ, പുതിയ ജനറേഷനല്ലേ. ജോഷുവ ജനറേഷൻ എന്നൊക്കെ പറയുന്ന മിനിസ്ട്രി ഭയങ്കരമാണ്. പക്ഷേ ജോഷുവ ജനറേഷൻ്റെ മിനിസ്ട്രി എന്താണെന്ന് അറിയണമെങ്കിൽ ഹല്ലേലൂയ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കണം. ഇതല്ലേ 40 വർഷം മുമ്പ് നിന്റെ ലീഡറായിരുന്ന മോശ കേട്ട അതേ സന്ദേശമാണ് യെരിഹോവിൻ്റെ വാതിക്കൽ യോശുവോടും ദൈവത്തിന് പറയാനുള്ളത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകിയാൽ നിന്റെ നടപ്പ് മാറ്റണം, ചെരുപ്പ് മാറ്റണം. 40 വർഷം കൊണ്ട് മാറുന്നതല്ല വിശുദ്ധിയുടെ പ്രമാണം. കേരളം വിട്ടാൽ മാറുന്നതല്ല, നാട് വിട്ടാൽ മാറുന്നതല്ല, അമേരിക്ക വിട്ടാൽ മാറുന്നതല്ല. ഹോരേബിലാണെങ്കിലും യെരിഹോവിലാണെങ്കിലും ദൈവത്തിന് ഒറ്റ പ്രമാണമേ ഉള്ളൂ. വർഷിപ്പ് ദ ലോർഡ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ഹിസ് ഹോളിനെസ്. വിശുദ്ധിയുടെ അലങ്കാരം ധരിച്ചു വേണം ആലയത്തിൽ ആരാധനയ്ക്ക് വരുവാൻ. whenever I preach or minister, I test myself, examine myself. വിശുദ്ധരായിട്ടൊന്നും അല്ല കേട്ടോ. പഴയ നിയമത്തിലെ ദേവാലയത്തിലേക്ക് ഇടയ്ക്കൊന്ന് കണ്ണോടിച്ച് നോക്കും. ഇതാ നിരനിരയായി പുരോഹിതന്മാർ ആലയത്തിലേക്ക് നടന്നു കയറുന്നു. കാണാൻ തന്നെ ഒരു കാഴ്ചയാണെന്നേ. അല്ലെങ്കിൽ ഈ ദേവദാസന്മാർ, ആ പുരോഹിതന്മാർ പോകുന്നു. വസ്ത്രത്തിൻ്റെ അലങ്കാരമൊന്നും അല്ല കേട്ടോ. അതും കോട്ടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ നടുക്കെട്ടും അരക്കെട്ടും അല്ലെങ്കിൽ മാർപ്പതക്കവും ചുമൽക്കണ്ടവും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വസ്ത്രാലങ്കാരിതരായി നടന്നു പോകുന്ന പുരോഹിത വർഗം. എന്നാൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്.
അല്ലേ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും കാണുന്നത് അവരുടെ നെറ്റിയിൽ ഒരു നെറ്റിപ്പട്ടം, ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ട്, ഹോളിനെസ് ആൻഡ് ഗോഡ്, യഹോവയ്ക്ക് വിശുദ്ധം. ഇതല്ലേ ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ അഭിമാനം? നെറ്റിയിൽ എഴുതി വച്ചിരിക്കുക ഇവൻ വിശുദ്ധനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രസംഗകരെയും പ്രവാചകരെയും പാട്ടുകാരെയും സഭക്കാരെയും വീട്ടുകാരെയും നോക്കി ലോകം പറയണം, ഈ സെപ്പറേറ്റഡ് അൺടു ഗോഡ് വിത്ത് എ പർപ്പസ്. ഒരു വ്യത്യാസത്തിനായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണെന്ന് പറയുവാൻ അങ്ങനെ നിന്നു കൊടുക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്ന സത്യ ആരാധനക്കാർ. അതാണ് അതിൻ്റെ ഒന്നാം ഭാഗം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. ഇഫ് യുവർ ടങ് ഈസ് നോട്ട് ടേംഡ് ആൻഡ് യുവർ ഇയേഴ്സ് ആർ നോട്ട് ട്രെയിൻഡ് ആൻഡ് യുവർ തോട്ട്സ് ആർ നോട്ട് ടാലൻറ്റഡ് ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്, യു കനോട്ട് ബി എ ട്രൂ വർഷിപ്പർ. ഈ ദൈവദാസൻ ഓർപ്പിച്ചു, നിയന്ത്രിക്കാത്ത നാവും നിയന്ത്രണമില്ലാത്ത ജീവിതമാണെങ്കിൽ നമ്മുടെ പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും മീനിങ്ലെസ് ആണെന്ന് തിരിച്ചറിയാം. എൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരികയാണ്. എന്താണ് സത്യാരാധന? 2, ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ മറുവശം ആടി ഉലഞ്ഞ ബന്ധം വെച്ച് ദൈവത്തെ ആരാധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ബന്ധങ്ങൾ നന്നാക്കണം. ആത്മീയ സമൂഹത്തിൽ റിലേഷൻഷിപ്പ് ഡിസ്ട്രോട്ടഡ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. വിശുദ്ധന്മാർക്ക് തമ്മിൽ പോലും ഏതായാലും കഴിഞ്ഞ 2 വർഷമായിട്ട് വിശുദ്ധ ചുമ്മനൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയും നമ്മൾ രക്ഷപ്പെട്ടു. ദൈവമേ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണോ എന്നൊക്കെ ആൾക്കാർ ഓർത്തുപോയി. അടുത്തിരിക്കുന്ന സഹോദരിക്ക് ഒരു ചുംബനം കൊടുക്കാതെ തിരിഞ്ഞുപോയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ധൈര്യത്തോടെ. പിന്നെ ആരാണ്ട് പറഞ്ഞു കണക്ക് ഈ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് പല്ല് കടിക്കുകയാണോ, ചിരിക്കുകയാണോ, മുറുമുറുക്കുകയാണോ? പണ്ടേ നമുക്കൊരു മാസ്ക് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ കിട്ടി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ ആരാധന ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതായിരിക്കണം. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഉല്ലാസത്തോടും ഹൃദയപരമാർത്ഥിയോടും ദൈവത്തെ ആരാധിച്ചവരാണ് ആത്മനിറവിൽ ഉണ്ടായിരുന്നതെന്നാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ അവസാന വാക്യം, ആത്മനിറവിൽ പ്രാപിച്ചവരുടെ കൂട്ടം ഉല്ലാസവും ഹൃദയപരമാർത്ഥിയും പൂണ്ട് അവർ വീടുതോറും സഞ്ചരിച്ചു, ഭക്ഷണം കഴിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി പോന്നു. കൂട്ടായ്മ ബന്ധം അരക്കിട്ടുറപ്പിക്കണം. സഭയുടെ പേരെന്തു ആയിക്കൊള്ളട്ടെ, പല ടൈറ്റിലിൽ നമ്മൾ ഇരുന്ന് ആരാധിക്കുന്നു, സംഘടനാ സംവിധാനത്തിനു വേണ്ടി അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ ദൈവമക്കൾക്കൊരു കൂട്ടായ്മ ബന്ധമുണ്ട്. അവരനോട് മിണ്ടാത്തവൻ്റെ ആരാധനയ്ക്ക് സ്വർഗം കൈയടിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. യാബോക്ക് കടവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമ്മുടെയൊക്കെ സാക്ഷ്യം പോലെ തന്നെ ആയിരുന്നു യാക്കോബിൻ്റെ സാക്ഷ്യം. ഞായറാഴ്ച സഭായോഗത്തിന് നമുക്ക് ഈ അവസരം കിട്ടിയ ഉടനെ ഞാൻ പറഞ്ഞില്ലേ 10-30 വർഷമായിട്ട് വചനം പ്രസംഗിക്കുന്നു. പാസ്നേജ് ജനിച്ചു വളർന്ന് ഈ പ്രായത്തിൻ്റെ എല്ലാം വെച്ച് ശുശ്രൂഷയുടെ അനുഭവവും ദൈവസഭയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ കേൾക്കാത്തൊരു സാക്ഷ്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മളെല്ലാം കേൾക്കുന്ന സാക്ഷ്യം എന്താണ്? കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ സാക്ഷ്യത്തിന് പറയുന്ന വാക്യം എന്നെ കഴിഞ്ഞ ആഴ്ച ആരും സാക്ഷ്യം പറയാത്ത, അമേരിക്ക പ്രത്യേകിച്ചില്ലല്ലോ, സന്തോഷിപ്പിച്ച വാക്യം എൻ്റെ കൂട്ടത്തിലുണ്ടേ, സന്തോഷിപ്പിച്ച വാക്യം. പക്ഷേ വചനത്തിൽ എന്താ പറയുന്നത്? നമ്മളെ ശുദ്ധീകരിച്ച വാക്യം. കഴിഞ്ഞ ഒരാഴ്ച എന്നെ ശുദ്ധീകരിച്ച വചനം ഇതാണെന്ന് ആര് സാക്ഷ്യം പറയാറുണ്ട്? ദൈവമക്കളെ, നമ്മളെ ശുദ്ധീകരിക്കുന്ന വചനം. യേശു എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. വചനം നമ്മളെ ശുദ്ധീകരിക്കണം. യാക്കോബ് പ്രാർത്ഥിക്കുക, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ അൺടിൽ യു ബ്ലസ് മീ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമ്മളാണെങ്കിൽ മൂക്കത്ത് വിരൽ വെച്ച് ഈ സഹോദരൻ എന്താ പറയുന്നത്? 5 മിനിറ്റ് മുമ്പ് പുള്ളി അവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞതാ, ഞാൻ ഒരു വടിയോടുകൂടി യോർദാൻ കടന്നു, നീ എന്നെ 2 കൂട്ടമാക്കി മാറ്റി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളിതൊക്കെയല്ലേ സാക്ഷ്യം പറയുന്നത്? ഒരു പെട്ടിയും പിടിച്ച് ഇങ്ങോട്ട് വന്നത് $20 $2 കയ്യിലുണ്ടായിരുന്നു, ദൈവം ഇന്ന് അനുഗ്രഹിച്ച് വലുതാക്കി. ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ ആൾക്കാരെ പേടിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അതല്ലല്ലോ യാക്കോബ് പറഞ്ഞത്. നീ എന്നെ അനുഗ്രഹിച്ചല്ല അതെന്നെ വിടുകയില്ല. ഭാര്യമാർ കൂട്ടത്തിലുണ്ട്, തടിമിടുക്കുള്ള അല്ലെങ്കിൽ മക്കൾ കൂട്ടത്തിലുണ്ട്, ദാസിദാസന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, സമ്പത്തിൻ്റെ ഒരു കുറവുമില്ല. പിന്നെ എന്താണ് യാക്കോബ് ചോദിച്ച അനുഗ്രഹം? അത് തിരിച്ചറിയണം ഇന്ന് രാത്രി. ഹല്ലേലൂയ. അപ്പനോട് പിണങ്ങിയിട്ട് യാബോക്ക് കടവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ സ്വർഗം നിന്റെ തലയ്ക്ക് മുകളിൽ തുറക്കയില്ല. ഹല്ലേലൂയ. നിന്റെ അമ്മാവിയപ്പനോട് പിണങ്ങിയിട്ട് നീ യാബോക്ക് കടവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയാൽ നിന്റെ തലയ്ക്ക് മുകളിൽ തുറക്കുന്നതല്ല സ്വർഗം. ജ്യേഷ്ഠൻ്റെ വേദന ഇന്നും നിന്റെ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. നീ അവനെ കബളിപ്പിച്ചിട്ട് ഓടിപ്പോയവനാണ്. ഹല്ലേലൂയ. ആടിയുലഞ്ഞ ബന്ധം വെച്ച് ആരാധിക്കുന്ന ആരാധന, പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമല്ല. എൻ്റെ ഓടിപ്പോക്കിനൊരു തടസ്സമുണ്ടാകണം.
മുടന്തുള്ള കാലിലും ദൈവകൃപ വെളിപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ രാത്രിയായിരുന്നു. അതെ, ഓടി ഒളിക്കുവാനുള്ളതല്ല ആത്മീക ബന്ധം. ഇന്ന് രാത്രി നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ പുതുക്കി സ്ഥാപിക്കപ്പെടട്ടെ. ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ വിഘടിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നവർക്ക് കുടുംബത്തിനകത്തൊരു നിരപ്പിൻ്റെ ശുശ്രൂഷ ഉണ്ടായെങ്കിൽ കൊള്ളാമായിരുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ അല്ലെങ്കിൽ പ്രായവും പക്വതയും ഉണ്ടെന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ കുടുംബ ബന്ധങ്ങളിലേക്ക് ദൈവസഭകൾ മടങ്ങി വരട്ടെ. കൂട്ടു സഹോദരനോട് സംസാരിക്കാത്തവൻ്റെ അന്യഭാഷ ദൈവദാസൻ ഓർപ്പിച്ചു. It's easy for me to spend 30 more minutes in the sanctuary than going to my brother and talk for 10 minutes. അതല്ലേ നമ്മുടെ സത്യം. 30 മിനിറ്റും കൂടെ ഞങ്ങൾ കൈയടിച്ചേക്കാം, പക്ഷേ അവൻ്റെ വീട്ടിൽ പോകാൻ മാത്രം എന്നോട് എൻ്റെ കൂട്ടത്തിലുണ്ടേ. ഈ കൂട്ടത്തിലുണ്ടെന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം എനിക്ക് നിങ്ങളെ കാണത്തില്ല, ഈ ലൈറ്റ് കൊണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ഒരു 30 മിനിറ്റും കൂടെ സ്തോത്രം ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന നമുക്ക് സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കോൺഫറൻസിലൂടെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കാം, എന്നാലും അവനോട് സംസാരിക്കാൻ മാത്രം എന്നോട് പറഞ്ഞേക്കല്ലേ. ദൈവമക്കളെ, എന്താ യേശു പറഞ്ഞത്? നിങ്ങൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നല്ല കനമുള്ള കവറുമായി ഓഫറിങ് ഇടാനാണ് വന്നത്. വന്നപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് അവൻ എന്നോടെന്തോ വിഷയമുണ്ട്. ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയുന്നത്. സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ എന്തോ ചെയ്യണം? ഇന്ന് പാട്ട് പാടണ്ടെന്ന് വെക്കണമെന്ന്. അയ്യോ പാസ്റ്റർ ചോദിക്കത്തില്ല, അത് ഞങ്ങൾ ചോദിക്കണ്ട. ഇന്നത്തെ സ്തോത്രാഴ്ച ഇടുന്നില്ല, ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നില്ല, ഇന്ന് പ്രസംഗിക്കുന്നില്ലെന്ന് വെക്കണം. പോയി അവനുമായി നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എത്ര പ്രാവശ്യം we bypassed or silenced or sidelined the simple principle of giving glory to the Lord. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കേണ്ട രീതി കൊടുക്കാതെ ഈ കൊച്ചു തത്വത്തെ എത്ര പ്രാവശ്യം മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ആടി ഉലഞ്ഞ ബന്ധങ്ങൾ ഇന്ന് രാത്രി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ദൈവമക്കളെ ദൈവത്തിന് മഹത്വം കൊടുക്കാവൂ. കുടുംബ ബന്ധങ്ങൾ ഇന്ന് രാത്രി സ്ഥാപിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ യാക്കോബ് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമ്പത്തല്ല കുഞ്ഞ്. അനുഗ്രഹം സമ്പത്താണെന്ന് ആരോ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. സ്തുതി ആരാധന ഉപ്രജാത്തികെ ആശിഷ് നീച്ചയാത്തികെ, എനിക്ക് ഇത്രയും അറിയത്തുള്ളൂ കേട്ടോ. അപ്പം കൈയടിച്ച് മേളോട്ട് വിട്ട് കഴിഞ്ഞാൽ താഴോട്ട് അനുഗ്രഹം ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ആരോ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. കൈയടിച്ചും സ്തോത്രം പറഞ്ഞിട്ടും ഇന്ന് വരെ ആർക്കും അനുഗ്രഹം ഇറങ്ങി വന്നിട്ടില്ല. നന്മയും കരുണയും പുറകെ വിടുന്ന ദൈവമാണ്. എത്ര പേര് കൂട്ടത്തിലുണ്ട്? നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അതിനുവേണ്ടി പ്രത്യേകിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ആരെക്കൊണ്ടും തലേ കൈവച്ച് അരിയാട്ടുന്ന പോലെ ആട്ടുമൊന്നും വേണ്ട ദൈവമക്കളെ. അത് പുറകെ വന്നോളും. പക്ഷെ പ്രാർത്ഥിച്ച അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇന്ന് വരെ പ്രാപിക്കാത്ത ആത്മീക കൃപകൾ പ്രാപിക്കേണ്ടതിന്, ഇന്ന് വരെ വ്യത്യാസം വരാത്ത ജീവിതത്തിന് വ്യത്യാസം വരുത്തേണ്ടതിന്, ഇന്ന് വരെ പാടാത്ത പോലെ പാടേണ്ടതിന്, ഇന്ന് വരെ കാണാത്ത ദർശനങ്ങൾ കാണേണ്ടതിന്, ഇന്ന് വരെ ശുശ്രൂഷിക്കാത്ത പോലെ ശുശ്രൂഷിക്കേണ്ടതിന് എന്നെ ബലപ്പെടുത്തണമേ എന്ന് 21 40 ഇരുന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഇപ്പൊ യാക്കോബ് പറയുന്ന അനുഗ്രഹം ഈ മണ്ണിൽ പൊട്ടിമുളച്ച മഹത്വമല്ല. അതാണെങ്കിൽ ആടിഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താ? ചെറിയൊരു കാര്യമാണ്. പക്ഷെ ചേട്ടന് സമ്മാനം കൊടുക്കാൻ 400 ആടിനെയൊക്കെ കൊടുത്ത ഹല്ലേലൂയ മകനാണ് ഈ യാക്കോബ്. യേശാവിൻ്റെ മുഖം പ്രസാദിപ്പാൻ. അപ്പം സമ്പത്തല്ലല്ലോ ചോദിച്ചത്, പിന്നെ എന്തായിരിക്കും അനുഗ്രഹം? അന്ന് പ്രഭാതത്തിൽ തുടയുടെ മുളക്കി ഉളക്കിയ കാലുമായി നടന്നു നീങ്ങുന്ന യാക്കോബിൽ നിങ്ങളറിയാത്ത ഒരനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രി ദൈവസഭ അത് തിരിച്ചറിയണം. Praise the Lord. What was that blessing that he received even when he was limping and walking through that street or that shore? ആ തീരത്തൂടെ നടക്കുമ്പോൾ മുടന്തുള്ള കാലിലും കൊണ്ടു നടന്ന അനുഗ്രഹം എന്താണ്? അതറിയണമെങ്കിൽ അല്പം കൂടെ സമയം മുന്നോട്ട് പോകണം. ഏകദേശം 130 വയസ്സുള്ളവനായി ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നു ചെല്ലുന്ന വയോധികനായ യാക്കോബ് ഒരു ഇസ്രയേൽക്കാരൻ്റെ വേഷം ധരിച്ചിട്ടുണ്ട്. അരി വാങ്ങാൻ വന്നവനാണല്ലോ. ഏതായാലും പട്ടിണി നിമിത്തമാണല്ലോ ഇവരെ ഈ നാട്ടിലേക്ക് മിസ്രൈമിലേക്ക് ജോസഫ് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ സാധാരണ അമേരിക്കയിലൊക്കെ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഹൗ ആർ യു എന്നാണ് ചോദിക്കുന്നത്, അങ്ങനല്ലേ? പക്ഷേ ഫറവോൻ ചോദിച്ചത് ഹൗ ഓൾഡ് ആർ യു എന്ന്. കൂട്ടത്തിലുണ്ട് എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ വശത്തുള്ളവർക്ക് പണ്ട് കാലത്ത്. കാരണം പ്രായം ചോദിക്കുന്ന ആർക്കും. ഈ യാക്കോബ് എന്ന അപ്പച്ചൻ വടിയും കുത്തിപ്പിടിച്ച് മുടന്തുള്ള കാലുമായി കയറി വരുമ്പോൾ ഈ പട്ടിണിക്കോലം പോലെ ഇരിക്കുന്ന മനുഷ്യനോട് ഫറവോൻ ചോദിക്കുന്നു വയസ്സെത്ര എന്ന്. കാരണം കുറച്ച് ദിവസം മുമ്പ് യോസഫിൻ്റെ വീട്ടിൽ ഭക്ഷണമൊക്കെ നടന്നായിരുന്നു, സൽക്കാരം. അന്നേരം രൂപൻ തൊട്ട് ബെന്യാമിൻ വരെ ഇരുത്തി ഭക്ഷണം കൊടുത്തപ്പോൾ ഏകദേശം ഈ മക്കളുടെ പ്രായം കണ്ടപ്പം ഫറവോൻ ഊഹിക്കാം അപ്പൻ എത്ര
അതുകൊണ്ടല്ലേ ഞാൻ എത്രയൊക്കെ പെയിൻ്റ് അടിച്ചാലും എൻ്റെ മോനെ കാണുമ്പോൾ നിങ്ങൾ പറയും പാസ്റ്റർക്ക് എത്ര വയസ്സുണ്ട്. എല്ലാവരും കാര്യം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഏകദേശം യാക്കോബിൻ്റെ പ്രായം ആർക്ക് മനസ്സിലായി? യോഹന്, ഫറവോന്. പക്ഷെ നടപ്പ് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ ഇതാ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. പ്രായത്തിന് മങ്ങിക്കുവാൻ കഴിയാത്ത കൃപയുടെ ജ്വലനമാണ് ദൈവദാസി നിൻ്റെ മേലുള്ള അനുഗ്രഹം. എത്ര പേർക്ക് തിരിച്ചറിയാം? കാലപ്പഴക്കം കൊണ്ട്, പ്രായാധിക്യം കൊണ്ട് രോഗം നിന്നെ പിടിക്കുമ്പോൾ, ദേഹം ക്ഷയിക്കുമ്പോൾ, ദേഹി ദുഃഖത്താൽ തകരുമ്പോൾ, എല്ലാം പ്രതികൂലമാകുമ്പോൾ അകത്ത് കത്തിജ്വലിക്കുന്ന കൃപയുടെ ജ്വലനമാണ്. എല്ലാം വേർപാടുകളും ദുഃഖങ്ങളും ഒതുക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ മഹത്വമാ സത്യാരാധന. റീബാന വൈഡമാന ഹംദരാദൽ കടകന. ഇന്ന് രാത്രികാലം ഞാൻ കൈയടിച്ചത്, ഞാൻ സ്തോത്രം പറഞ്ഞത്, ഞാൻ പാട്ടുപാടിയത് എൻ്റെ അനുഗ്രഹത്തിൻ്റെ കൂമ്പാരം കൊണ്ടുമല്ല, എൻ്റെ അകത്ത് തിങ്ങി വിളങ്ങുന്ന ദൈവകൃപയുടെ ജ്വലനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തനായ യോബ് ഒരു പിടി, ഹല്ലേലൂയ, ഒരു ഓട്ട് കഷണം കയ്യിലെടുത്തു. ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് എനിക്ക് മുറുക്ക പിടിക്കുവാൻ. എൻ്റെ സകല കോട്ടകളും അടഞ്ഞുപോയി. നിരനിരയായി കല്ലറകൾ ഉയർന്നു നിൽക്കുന്നു. തകർന്ന 10 വീടുകൾ എനിക്ക് കാണാൻ കഴിയും. അല്ല, നിന്ദിക്കുന്ന ഭാര്യ, ദുഷിക്കുന്ന സ്നേഹിതന്മാർ, എല്ലാറ്റിൻ്റെയും നടുവിൽ, അതിൻ്റെ നടുവിൽ ഉച്ച മുതൽ പെരുവിരലുകളെയും രോഗം വ്യാപരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെ സാഹചര്യം ഇതായിരിക്കും. ഇതിനപ്പുറത്ത് പൊളിഞ്ഞു കിടക്കുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെ വേലിയും അവിടെയുണ്ട്. അവിടെ നിന്നുകൊണ്ട് എന്നെ ദുഃഖിപ്പിച്ച ഏറ്റവും വലിയ കാഴ്ച, കൈകൊട്ടിച്ചിരിക്കുവാൻ നിൽക്കുന്ന ഒരു പിശാചിനെ ഞാൻ അവിടെ കാണുന്നു. കാരണം ഇത് പറഞ്ഞാണല്ലോ ഇവിടെ വന്നത്. അവൻ കൈകൊട്ടിച്ചിരിക്കാൻ നോക്കി നിൽക്കുകയാണ്, ഇങ്ങനെ ഓങ്ങി നിൽക്കുക. ആദ്യത്തെ കൈയടിക്കണം. എന്തിനടിക്കണം? ഈ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് ഒരു വാക്ക് ഇയ്യോബ് പറഞ്ഞാൽ കൈയടിക്കാൻ നോക്കി നിൽക്കുന്ന പിശാച്. അവിടെ നിൽക്കുമ്പോഴാണ് ആ ചാരത്തിൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, അഴുകിയ ശരീരത്തോടെ, വിറയ്ക്കുന്ന കൈകളോടെ, നിന്ദിക്കുന്നവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അതാ സത്യ ആരാധന. എന്താ സത്യ ആരാധന? തന്നത് ദൈവമാണെങ്കിൽ എടുക്കുന്നതും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് പോലും ഞാൻ പിശാചിന് അവകാശം കൊടുക്കത്തില്ല. നമ്മുടെ സാക്ഷ്യങ്ങൾ എന്താ? പിശാച് എന്നെ വഞ്ചിച്ചു, ശത്രു പോരാടി, പോരാട്ടം, ശാസിക്കുന്നു, ഓടിക്കുന്നു, ഒക്കെ ചെയ്തു. പക്ഷേ ഇയ്യോബ് വിട്ടുകൊടുക്കത്തില്ല. തന്നതും ദൈവം, എടുത്തതും ദൈവം എന്നെ അകത്ത് കത്തലുള്ളവരുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് സത്യാരാധന. റീബാന വൈഡമാൻ. എത്ര പേർക്ക് അകം കത്തി പറയാൻ പറ്റും? എൻ്റെ നന്മയും ലോകം പറഞ്ഞ തിന്മയും ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്കുണ്ട്. അതാണ് ദൈവാനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അകത്തത് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസ കണ്ണോടെ ഞാൻ കാണുകയാണ് തല കുനിച്ച് തിരിച്ച് നടന്നു പോകുന്ന പിശാചിന്. ഹല്ലേലൂയ. അടുത്ത പ്രവാചനങ്ങൾ വെച്ച് ശാസിക്കണ്ട കേട്ടോ. അടുത്ത കാത്തിരിപ്യുഗം നടത്തി പിശാചിനെ ഓടിക്കണ്ട. നീ ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, തന്നത് ദൈവം, എടുത്തതും ദൈവം. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 73-ാം സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. എപ്പോഴും ഞാൻ പറയുന്ന ആവേശമാണ്. 73-ാം സങ്കീർത്തനം പറയാത്ത ഒരു പ്രസംഗം എനിക്കില്ല. കാരണം ആവേശം അത്. അതിനകത്ത് സത്യാരാധനയുടെ മർമ്മം വെളിപ്പെടുത്തുന്നുണ്ട്. ആസാഫ് എന്ന പാട്ടുകാരൻ നമ്മുടെ പാട്ടുകാരുടെ കൂട്ടൊന്നുമല്ല. പാട്ട് എഴുതും, സംഗീത പ്രമാണിയാണ്. പാട്ട് ചീട്ടപ്പെടുത്തും, കമ്പോസ് ചെയ്യും, ഇൻസ്ട്രുമെൻ്റ് വായിക്കും, സംഗീത പ്രമാണിയാണ്. പക്ഷേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് പുള്ളി അടുത്തവൻ 3-ാമത്തെ നില പണിയുന്നു. പുള്ളിയുടെ മൊത്തം മൂഡൗട്ടായി. വിൻഡോ ഒന്ന് തുറന്ന് ബ്ലൈൻഡ് ഒന്ന് മാറ്റി നോക്കിയപ്പോഴാണ് അടുത്തവൻ്റെ വീട് വലിയ വീട്, എന്നെ വീടിനെ കാട്ടി. അപ്പോൾ പുള്ളിയുടെ മൂഡൗട്ടായി. കാരണം അവൻ പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, കോൺഫറൻസിന് രജിസ്റ്റർ ചെയ്യത്തില്ല, ഒന്നും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാകട്ടെ. അപ്പോൾ ഇവന് ഒരു കുഴപ്പമില്ല. കാരണം അവൻ്റെ ദേഹമെല്ലാം പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. പിള്ളേരുടെ കല്യാണം സമയത്ത് നടക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്തോ ഒരു ആവേശം അവനെ കണ്ടാൽ. ഞാനോ കൈകളെ കുറ്റമില്ലായ്മയും സ്തോത്രം പറഞ്ഞതും സ്തോത്രാച്ചിട്ടതും വെറുതെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പള്ളിയിലൊന്നും പോകുന്നില്ല, ദാവീദിനോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇന്ന് സഭായത്തിന് വരുന്നില്ല, വർഷിപ്പ് വല്ലവരെയും ഒന്ന് ഏൽപ്പിച്ചോ കൊള്ളായിരുന്നു. 10 മണിയായപ്പോൾ പുള്ളിക്ക് വീട്ടിൽ ഇരിക്കാൻ പോയി. പുള്ളി പതുക്കെ പള്ളി പോയി ഏറ്റവും പുറയത്തെ കസേരയിൽ പോയി ഇരുന്നു. അങ്ങനെ കണ്ണൊക്കെ ഇടിച്ചിരിക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നു. ഈ മണ്ണിലെ അനുഗ്രഹവും മഹത്വവും എല്ലാം വഴുവഴുപ്പിലാണ്. അതിന് ഈ മണ്ണ് കൊണ്ട് അവസാനിക്കുന്ന കാലാവധി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തൻ്റെ കയ്യിൽ ആരോ കയറി പിടിക്കുന്ന പോലെ അതെനിക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. അന്ന് രാവിലെ പ്രാർത്ഥിച്ചതിൻ്റെ ചൂട് കൊണ്ടൊന്നുമല്ല കേട്ടോ, അന്ന് രാവിലെ സമർപ്പണം എടുത്തതിൻ്റെ ഒന്നുമല്ല. ബട്ട് ഹി കുഡ് ഫീൽ സമ്മൺ ഈസ് ഹോൾഡിങ് ഹിസ് ഹാൻഡ്. ഹല്ലേലൂയ. 73-ാം സങ്കീർത്തനം അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു രോഗം മാറിയില്ലെങ്കിലും അവൻ്റെ കൈ എൻ്റെ മേലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? Then why can't we worship the Lord?
then why can't we worship the Lord? ഒരു രോഗസൗഖ്യം പോലും ഈ മണ്ണിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലും, ഞാൻ ആശിച്ച സ്വപ്നങ്ങളൊന്നും നടന്നില്ലെങ്കിലും എൻ്റെ മേൽ അവിടുത്തെ വലങ്കരം ഉണ്ടെന്ന തിരിച്ചറിവാണ് എന്നെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, ആശ്വസിച്ച് ആനന്ദിക്കും ഞാൻ സദാ, ആശ്വസിച്ച് ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എൻ ദാനം, ഓ അന്യനാ ഭൂവിലും ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും ധന്യനായി ഞാൻ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാളുകൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്ത നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതലറിയും ഞാൻ, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതലറിയും ഞാൻ. അനാദിനാഥനേശു, ഓ അന്യനായി ഭൂവിലും ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും ധന്യനായി ഞാൻ. ഒരു പ്രാവശ്യം കൂടെ, ഓ അന്യനായി ഭൂവിലും ധന്യനായി ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന, ഓ വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലോ, വിഷമമുള്ള വിശ്വസിച്ചാശ്രയെ ആനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയെ ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥൻ അന്യനായി ഭൂവിലും ധന്യനായി ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും ധന്യനായി ഞാൻ ക്രിസ്തുവിൽ. ഇന്നുള്ള വേദന നൽകുന്ന ശോധന താങ്ങുവാൻ അപ്പുറത്ത് വലിപ്പമുള്ളതാണെങ്കിലും അതിൻ്റെ വിലയുടെ വലിപ്പം പൊന്നിനേക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുമ്പോൾ അകത്തുനിന്ന് ഉയരുന്ന സ്തുതിസ്തോത്രത്തിന് ഈ പുറമെയുള്ള കയ്യടിയേക്കാൾ മഹത്വമുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്നലത്തെ വേർപാടും ഇന്നലത്തെ വേദനയും നിന്നയും പരിഹാസവും എന്നെ ഒരു സത്യാരാധനക്കാരനാക്കി മാറ്റി എന്ന രൂപാന്തരത്തോടെ വേണം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ. ആസാഫ് തുടരുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ. ഈ ഒരു മാറ്റത്തിലേക്ക് ദൈവസഭ എത്തണം. ഹല്ലേലൂയ. ഹു ഐ ഹാവ് ഇൻ ഹെവൻ, അത് നമുക്ക് ഉറപ്പാണ്, സ്വർഗത്തിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യാരാധനയുടെ മറുവശം. ഈ ഭൂമിയിലെ സകല ആഗ്രഹങ്ങളും സകല ആവേശങ്ങളും ക്രിസ്തുവിനെ പോലെ ആകണം എന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവമക്കൾ എത്തണം. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സത്യാരാധനയുടെ രണ്ടാം വശം ആടിയുലഞ്ഞ ബന്ധങ്ങൾ ഉറപ്പിക്കണം കേട്ടോ. ദൈവദാസന്മാർ തമ്മിൽ, ദൈവമക്കൾ തമ്മിൽ, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അകന്നുപോയ ബന്ധങ്ങൾ അടുപ്പിക്കണം. ക്രൂശിൻ്റെ വചനം തന്നെ അതാണ്. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് നമ്മെ നിരപ്പിച്ച നിരപ്പിൻ്റെ ശുശ്രൂഷ. അകന്നുപോയ മാനവജാതിയെ ദൈവത്തോട് അടുപ്പിച്ച ഹല്ലേലൂയ ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലേഷൻ വി ക്യാൻ സീ ആസ് ആൻ എവിഡൻസ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ക്രൂശിൽ വെളിപ്പെട്ടത് നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. ക്രൂശിൻ്റെ വചനത്തെ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഭക്തന്മാരുടെ കുടുംബങ്ങളിലും ഇന്ന് രാത്രി ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ. സംഘടനകളിൽ, സഭകളിൽ ഒരു നിരപ്പുണ്ടായെങ്കിൽ കൊള്ളാമായിരുന്നു.
കോടതി വ്യവഹാരങ്ങളൊക്കെ അവസാനിക്കണമെങ്കിൽ ഈ മർമ്മം മനസ്സിലായാലേ കാര്യം നടക്കുകയുള്ളൂ. അല്ല എങ്കിൽ ആരാധന പ്രഹസനമായി മാറും. ആരാധനയുടെ മറുവശത്തിൻ്റെ മൂന്നാമത്തെ തത്വം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അൺക്വസ്റ്റ്യനിങ് ഒബീഡിയൻസ്, ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ഗിവ് എൻ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. ആരും കൊടുക്കാത്തതുപോലെ ദൈവത്തിന് ചിലത് അർപ്പിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവം പറഞ്ഞത് അനുസരിക്കുമ്പോൾ. ആരാധന എന്ന ആദ്യ പദം വേദപുസ്തകത്തിൽ നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. പലയിടത്തും ആരാധനയുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ the first time we see the word worship in Genesis chapter 22 verse 5. അല്ലെങ്കിൽ അബ്രഹാം പറയുന്നതാണ്, ഞാനും മകനും അവിടുത്തോളം പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരും. ഈ ആരാധനയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം, കൊടുക്കണം. അതൊന്ന് വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം വിരാമം കുറിക്കാം, സമയങ്ങൾ മുന്നോട്ട് പോകുന്നല്ലോ. എന്താണ് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാലുള്ളതിൻ്റെ അർത്ഥം കൂടെ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതല്ലേ ആരാധന, ദൈവത്തിന് കൊടുക്കുന്നതാണ്. എന്ത് കൊടുക്കണം? ദൈവം പറഞ്ഞത് കൊടുക്കണം. എന്താ ദൈവം ആവശ്യപ്പെട്ടത്? അബ്രഹാം ആരാധിക്കും. പിന്നെ അബ്രഹാം ആരാധനക്കാരനല്ലേ? എങ്ങനെയൊക്കെ പഴയ കാലത്തെ പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേട്ട 2 പദങ്ങളായിരുന്നു. ഒന്ന്, ഇസഹാക്കിനെ കിട്ടിയതിന് ശേഷം അബ്രഹാം ഇതുവരെ പിന്നെ ദൈവത്തിന് പഴയതുപോലെ ആരാധന അർപ്പിച്ചിട്ടില്ല. തെറ്റായ ധാരണയും തെറ്റിദ്ധാരണയുമാണ്. ഉൽപ്പത്തി നിങ്ങൾ വായിച്ചു 21-ാം അധ്യായത്തിൽ ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് അബ്രഹാം പിചുല വൃക്ഷം നട്ട് അവിടെ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ആരാധന ഒന്നും ആര് കുറച്ചിട്ടില്ല? അബ്രഹാം കുറച്ചിട്ടില്ല. രണ്ടാമതൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ പറഞ്ഞു വരുത്തിയതാണ്, സാറായോട് പറയാതാണ് ആരെ കൊണ്ടുപോയത്. പാവം സ്ത്രീയെ വെറുതെ ഉപദ്രവിക്കില്ലേ? കാരണം എബ്രാലേനർത്ത പറയുന്നു, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. അബ്രഹാമിന് തത്തുല്യമായ വിശ്വാസത്തിൻ്റെ ധീര വനിത തന്നെ ആയിരുന്നു സാറായും. അപ്പം ആ വിഷയം അങ്ങോട്ട് വിടാം. നമ്മൾ പറയുന്നത്, അബ്രഹാമിന് ദൈവം ചോദിച്ച 3 കാര്യങ്ങളാണ് ഒറ്റ യാഗത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഈ 3 കാര്യങ്ങൾ നാം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. ആ പദം ഇങ്ങനെയാണ്, ഞാൻ നിന്നോട് ഇന്ന് രാവിലെ ആവശ്യപ്പെടുന്നു, എനിക്ക് നിൻ്റെ മകനെ വേണം, നിൻ്റെ ഏകജാതനായ വേണം, ഇസഹാക്കിനെ വേണം. ഈ 3 പദത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഐ നീഡ് യുവർ സൺ, ദാറ്റ് മീൻസ് ഐ നീഡ് യുവർ അസറ്റ്. നിൻ്റെ സകല സ്വത്തും എനിക്കിന്ന് വേണം. സ്തോത്രം പറയാൻ പറ്റും. അയ്യോ കർത്താവേ, ഇങ്ങോട്ട് 5 സെറ്റ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവം പറയുന്നു, ഐ നീഡ് ഓൾ യുവർ അസറ്റ് ബാക്ക്. അത് കൊടുക്കുന്നതാ ആരാധന. പ്രൈസ് ദി ലോർഡ്. 2, ഐ നീഡ് യുവർ ഓൺലി സൺ, ദാറ്റ് മീൻസ് ഐ നീഡ് യുവർ അറ്റൻഷൻ ആൻഡ് യുവർ അട്രാക്ഷൻ. എനിക്ക് നിൻ്റെ ശ്രദ്ധ ഇന്ന് രാത്രി വേണം. 3, ഐ നീഡ് ഐസക്, ചിരി, ഐ നീഡ് യുവർ അഫെക്ഷൻ. ഈ 3 കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കുവാൻ ഇന്ന് രാത്രി ദൈവമക്കൾ തയ്യാറാകണം. നമ്മൾ ആരംഭ ഭാഗമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ ഒരിക്കൽ വന്ന് കേട്ടോ, ഓടി വന്ന് കരഞ്ഞ് കാൽക്കലിരുന്ന് കണ്ണീര് കൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തുവർത്തുന്നു. നമ്മളിതൊക്കെ ചെയ്യുന്നവരെ വന്നാത്തിട്ട് പിന്നെ കുടുകുടാ ഒഴുകുകയല്ലേ. ഹല്ലേലൂയ. യേശുവിൻ്റെ പാദം മുത്തുകയല്ലേ. 12:30 കഴിഞ്ഞാലും പോകത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ അടുത്ത ഒരു പദമുണ്ട്, എക്സ്ട്രാവാഗൻറ്റ് ഗിവിങ്. അവളൊരു വെങ്കൽ ഭരണി പൊട്ടിച്ച് വിലപിടിപ്പുള്ള തൈലം യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചു. ദൈവമക്കളെ, ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹന്ന ദൈവത്തെ ആരാധിക്കാൻ വന്നു, മകനെയും പിടിച്ചോണ്ടാണ് വന്നത്. മകനെ കൊണ്ടുവന്ന് സഭാകുളിലേക്ക് ഏലിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് അവൾ ഒരു കാളയെ അർപ്പിച്ച് ബാലനെ ദൈവത്തിന് അർപ്പിച്ചു. അതെ, ദൈവത്തിന് കൊടുക്കുന്നത് ആരും പണം മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആരും കൊടുക്കാത്ത പോലെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം. നമുക്ക് ഭയങ്കര സാക്ഷ്യമാണ്. ഹല്ലേലൂയ. കഷ്ടത വന്ന ഉടനെ ഒരു ചോദ്യമുണ്ട്. ദൈവമക്കളുടെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്, വൈ ലോർഡ്, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു ചോദിക്കാറില്ല. പ്രൊമോഷൻ കിട്ടിയ ചോദിക്കത്തില്ല വൈ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് ചോദിച്ച ഇതും ചോദിക്കണമല്ലോ. ദൈവം ചെയ്യുന്നതിന് എല്ലാറ്റിനും ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നന്മയ്ക്കും ലോകം പറഞ്ഞ തിന്മയ്ക്കും ദൈവം പറയത്തില്ല. എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ത് കിട്ടിയാലും എന്ത് കൊടുത്താലും ദൈവത്തെ ആരാധിക്കണം. കാരണം ഞാൻ ഓർപ്പിച്ച പോലെ മുറിവേറ്റവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രത്തിൻ്റെ സ്വരം, മധുരം, അത് നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. മേലാക്കിൻ്റെ കൂടാരങ്ങളിൽ പാർത്ത് മോവാബ്യ അല്ലെങ്കിൽ ദേവന്മാരെ മാത്രം കണ്ട് തഴമ്പിച്ച കണ്ണുകളുള്ള രൂത്ത് മോവാബ്യ രാജാക്കന്മാരുടെ മുഖവും പ്രഭുക്കന്മാരുടെയും ധനാട്യരുടെയും മുഖം കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ മുഖത്തില്ലാത്ത ഒരു തേജസ്
ദരിദ്രയായ ഒരു ധീര വനിതയുടെ മുഖത്ത് കണ്ടു, നവോമിയുടെ മുഖത്ത്. അമ്മച്ചിയോട് ചോദിക്കുകയാണ്, അമ്മച്ചി എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? ആർക്കറിയാം, അവിടെ ചെന്നാൽ പോലും വല്ല സ്വത്തുണ്ടോയെന്ന് അറിയത്തില്ല. 2-3 മരണം വീട്ടിൽ നടന്ന വീടാണ്. പക്ഷെ ബെത്ലഹേമിൽ ആഹാരമുണ്ടെന്ന് കേട്ടപ്പോൾ അകത്തം കൊണ്ട് തുടുപ്പ് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ മുഖത്തോട്ട് നോക്കിയിട്ടായി മകള് പറഞ്ഞത്. അന്ന് അവിടെ മടങ്ങിച്ചെന്നാൽ ആ സാമ്പത്തിക അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്, ചെന്നേൻ്റെ അന്ന് തന്നെ മരുമോളെ വയലിലോട്ട് ഇറക്കി വിടണം കഞ്ഞി കുടിക്കണമെങ്കിൽ. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ടും ഈ മകള് പറയാ, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. അങ്ങനെ പറയണമെങ്കിൽ മരണം നൃത്തമാടിയ കുടുംബത്തിൽ, സാമ്പത്തിക നഷ്ടമുണ്ടായ കുടുംബത്തിലും നഷ്ടപ്പെടാത്തതൊന്നുണ്ടായിരുന്നു അവിടെ മുഖത്തെ ദൈവതേജസ്. റീബാന ഹത്തുനാഥകന. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞ് അവസാനിക്കാം. ലോകം എന്തെല്ലാം തന്നാലും എവിടെന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ മുഖത്തെ ദൈവതേജസ്സിന് മാറ്റമുണ്ടാകത്തില്ല എന്ന ഉറപ്പോടെ അത്യുന്നതൻ ആരാധന കഴിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? റീബൽ കടകന വൈഷമനാധികന സ്യാരകന. അല്പം കൂടെ മുന്നോട്ട് പോകണമെന്ന് സമയമുണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നു ഇവിടെ ഇത് അവസാനിപ്പിക്കുവാൻ. ഹല്ലേലൂയ. സത്യാരാധനയുടെ മറുവശം തിരിച്ചറിഞ്ഞെങ്കിൽ ക്രിസ്തുവിനെ പോലെയാകണം. ഈ ആരാധനയുടെ ഒരു പൂർത്തീകരണമുണ്ട് ദൈവമക്കളെ. ഈ മണ്ണിൽ ദൈവത്തിന് ജീവിതം കൊണ്ടും നമ്മുടെ ബന്ധങ്ങൾ ഉറപ്പിച്ചും കൊടുക്കുന്ന മഹത്വവും, ഹല്ലേലൂയ, ദൈവത്തിന് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്ന മഹത്വവും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു നിത്യാരാധനയുടെ ദർശനം വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തരുന്നുണ്ട്. ഈ മണ്ണ് വിട്ട് പോയി കഴിഞ്ഞാലും ഭക്തൻ്റെ ആരാധന തുടർന്നുകൊണ്ടേയിരിക്കും. എന്താണ് ഈ ആരാധനയുടെ ദ പീക്ക് ഓഫ് യുവർ വർഷിപ്പ്? ആരാധനയുടെ ഉച്ചകോടി എന്ന് പറയുന്നത്, അല്ലേ, ഇന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്ന എൻ്റെ യേശുവിനെ മുഖാമുഖമായി കാണാം. അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. സ്വർഗയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഭക്തന്മാരാണ്. ഈ കോൺഫറൻസ് തീരുന്നതിന് മുമ്പ് യേശു വന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആഗ്രഹമുള്ളവർ എന്തിനു വേണ്ടി ഒരുങ്ങുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മളൊക്കെ സ്വർഗ്ഗ സ്ഥലങ്ങളുടെ മഹത്വമൊക്കെ വിശദീകരിക്കുന്നവരാണ് ദൈവദാസന്മാർ. സ്വച്ഛസ്ഫടിക തങ്ക നിർമ്മിതമായ പുത്തരാം യെരൂശലേമും അതിൻ്റെ വീതികളും തങ്കത്തെരുവീതികളും, ഹല്ലേലൂയ, മനോഹരമായ ഗോപുരങ്ങളും മാണിക്യവും മരതവും ഗോമേതവും വൈഡൂര്യവും പൂശിരാഗവും പത്മരാഗവും സുഗന്ധിരക്തവും നഗവർണ്ണി ചുവപ്പുകല്ല് കൊണ്ട് 12 വിധമായ രത്നങ്ങളാൽ അടിസ്ഥാനമുള്ള നഗരം, അതിൻ്റെ അടിസ്ഥാനങ്ങളും ജീവജല നദിയും ജീവവൃക്ഷങ്ങളും ദൂതന്മാരുടെ കാവലും ഒക്കെ പറഞ്ഞ് ആവേശം കൊള്ളിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ഇത് കാണാനല്ല. ഹല്ലേലൂയ. എല്ലാവരും ശാന്തരായോ? അയ്യോ പാസ്റ്ററെ, ഇവിടെ ഇടാൻ പറ്റില്ല, അവിടെങ്കിലും ചെന്ന് ഇടാമല്ലോ എന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇതൊന്നും കാണാനല്ല പോകുന്നത്. അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. ഓ രാബാ ശബ്ദനാഥകന. ഇന്ന് രാത്രികാലം ഇന്ന് ഞാൻ വിശ്വാസ കണ്ണോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് ഞാൻ അകം വേദനയോടെ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ യേശുവിനെ ഞാൻ മുഖാമുഖമായി കാണും. അക്കരെ നാട്ടിൽ പോകുവാൻ വെമ്പൽ കൊള്ളുന്ന ഭക്തന്മാരുടെ ആവേശമാ ഈ ദിവസങ്ങളിൽ ഒന്നിൽ ഞങ്ങൾ യേശുവിനെ കാണും. ഹല്ലേലൂയ. പാട്ട് പാടുന്ന സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്നാണ്. നമ്മളൊരു പാട്ട് പാടി കർത്താവിന് മഹത്വം കൊടുക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2, അവൻ്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. ഇതാ ആരാധനയുടെ പൂർത്തീകരണം. ഈ മണ്ണിൽ ദൈവ പൈതലെന്ന് അഭിമാനത്തോടെ നടന്ന, അതാണ് ഇവിടുത്തെ കുറിവാക്യം. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷനായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവരോട് സദൃശന്മാരായി മാറും. എങ്ങനെ സദൃശന്മാരായി മാറും? ഈ മണ്ണിനഴുക്കിക്കളയാത്ത, ഈ ലോകത്തിന് പിടിച്ചൊതുക്കുവാൻ കഴിയാത്ത ഒരു നിത്യജീവൻ്റെ ഉറവ് എൻ്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. കല്ലറയിൽ മറഞ്ഞാലും ഈ മണ്ണിൽ ജീവനോടിരുന്നാലും കാഹളം ധ്വനിക്കുമ്പോൾ ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പറന്നു പോകും എന്ന ഉറപ്പുള്ള ഭക്തന്മാർക്ക്, പ്രൈസ് ദി ലോർഡ്, അത്യുന്നതിന് നേർച്ച കഴിക്കുവാൻ, അത്യുന്നതിന് മഹത്വം കൊടുക്കുവാനുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാട്ട് ഈസ് ട്രൂ വർഷിപ്പ്? യേശു എന്ന സത്യദൈവത്തെ ജീവിത ഭാഗമാക്കി, ശൈലിയാക്കി മാറ്റി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ ഭാവത്തോടെ ദൈവം തരുന്ന ആയുസ് ഈ മണ്ണിൽ ജീവിക്കുന്നതാണ് സത്യാരാധനയുടെ യഥാർത്ഥ അർത്ഥം. അവിടെ അതരം കൊണ്ടും അകം കൊണ്ടും ദൈവത്തെ ആരാധിക്കണം. ആൾക്കൂട്ടത്തിലും ദൈവത്തെ ആരാധിക്കാം. ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ബന്ധങ്ങൾ ഉറപ്പിക്കണം. ഹല്ലേലൂയ. ഈ മണ്ണെ പ്രതി മാണിക്യം വിട്ടുകളയത്തില്ല എന്ന ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഭക്തന്മാർ ഇന്ന് രാത്രി പാടി ആരാധിക്കാൻ പോകുകയാണ്. പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും